അമൃത് വേണി ലൈഫ് ക്വിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE ഇൻ അസോസിയേഷൻ വിത്ത് ജോയ ലുക്കാസ്. ഇത്തവണ ഫസ്റ്റ് അടിക്കില്ലേ നമ്മള്? കുട്ടികൾക്കൊക്കെ പെയിൻ ശല്യം ഉണ്ടാകും. അതുകൊണ്ട് ലൈസ് കിറ്റ് ഉപയോഗിച്ച് ക്ലാസ്സിൽ വരാൻ പ്രത്യേക ശ്രദ്ധിക്കണം. ലൈസ് കിറ്റ് ലൈസ് റിമൂവർ പെയിൻ ശല്യത്തിൽ നിന്നും ഉടനടി ആശ്വാസം. നമസ്കാരം, ഞാൻ ഡെയ്സി ബിജു. ഡെയിലി ന്യൂസിന്റെ സായന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഒക്ടോബർ 14 ചൊവ്വാഴ്ച. ബസ്സുകളിലെ അടക്കം എയർ ഹോണുകൾ പിടിച്ചെടുക്കുന്നതിനായി നിർദ്ദേശം നൽകി ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ. വാഹനങ്ങളിലെ എയർ ഹോൺ പിടിച്ചെടുക്കാൻ ഈ മാസം 13 മുതൽ 19 വരെയുള്ള സ്പെഷ്യൽ ഡ്രൈവിനാണ് മന്ത്രി നിർദ്ദേശം നൽകിയത്. വിചിത്ര നിർദ്ദേശങ്ങളോടെയാണ് സ്പെഷ്യൽ ഡ്രൈവിനുള്ള ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്. പിടിച്ചെടുക്കുന്ന എയർ ഹോണുകൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രദർശിപ്പിക്കണമെന്നും ഇതിനുശേഷം റോഡ് റോളർ കയറ്റി എയർ ഹോണുകൾ നശിപ്പിക്കണമെന്നുമാണ് ഉത്തരവിലുള്ളത്. പാർട്ടി തീരുമാനം അംഗീകരിക്കുന്നുവെന്നും എന്നാൽ കേരളത്തിൽ പ്രവർത്തിക്കണമെന്നായിരുന്നു ആഗ്രഹമെന്നും യൂത്ത് കോൺഗ്രസ് ദേശീയ സെക്രട്ടറി അബിൻ വർക്കി. കേരളത്തിൽ തുടരാൻ അവസരം നൽകണമെന്നും വൈസ് പ്രസിഡന്റായി തുടരാൻ അനുവദിക്കണമെന്നും ആവശ്യപ്പെടുമെന്നും ദേശീയ നേതൃത്വം ഇക്കാര്യം പരിഗണിക്കണമെന്നും അബിൻ വ്യക്തമാക്കി. പാർട്ടിയെടുത്ത തീരുമാനം തെറ്റെന്ന് പറയില്ലെന്നും പാർട്ടിയോട് തിരുത്താൻ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുമെന്നും അബിൻ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. കേരളത്തിൽ പ്രവർത്തിക്കണമെന്ന അബിൻ വർക്കിയുടെ ആവശ്യം തള്ളിയ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് അബിന് കേരളത്തിലിരുന്ന് ദേശീയ തലത്തിൽ പ്രവർത്തിക്കാമല്ലോ എന്നും വ്യക്തമാക്കി. KC വേണുഗോപാൽ കേരളത്തിലുമുണ്ട്, ദേശീയ നേതൃത്വത്തിലുമുണ്ട്. കേരളത്തിലിരുന്ന് രാജ്യം മുഴുവൻ പ്രവർത്തിക്കാം, അതിന് എന്താ കുഴപ്പമെന്നും കേരളത്തിൽ നിൽക്കട്ടെയെന്നും സണ്ണി ജോസഫ് പ്രതികരിച്ചു. കോൺഗ്രസിനുള്ളിൽ ഗ്രൂപ്പില്ലെന്ന് K മുരളീധരൻ. എങ്ങനെയെങ്കിലും അധികാരത്തിൽ തിരിച്ചെത്താൻ ശ്രമിക്കുമ്പോഴാണോ ഗ്രൂപ്പെന്ന് അദ്ദേഹം ചോദിച്ചു. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തെ ചൊല്ലിയുള്ള വിവാദങ്ങൾ ഉയർന്ന പശ്ചാത്തലത്തിലാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. ഓരോ നേതാക്കൾക്കും ഓരോരോ അഭിപ്രായമുണ്ടാകും. എല്ലാ അഭിപ്രായങ്ങളും സമന്വയിപ്പിച്ചാണ് OJ ജനീഷിനെ അധ്യക്ഷനാക്കിയതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ശബരിമലയിലെ ദ്വാരപാലകപാളികൾ വിറ്റെന്നാവർത്തിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ചെന്നൈയിലേക്ക് കൊണ്ടുപോയത് ഒറിജിനൽ അല്ലെന്നും VD സതീശൻ ആരോപിച്ചു. ആർക്കാണ് വിറ്റതെന്ന് അന്നത്തെ മന്ത്രി കടകംപള്ളി പറയണമെന്നും ശബരിമലയിൽ വലിയ കച്ചവടമാണ് നടന്നതെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. പോറ്റി കുടുങ്ങിയാൽ എല്ലാവരും കുടുങ്ങും, അതിനാൽ പോറ്റിയെ രക്ഷിക്കാനാണ് ഇപ്പോൾ നീക്കമെന്നും സതീശൻ കുറ്റപ്പെടുത്തി. ആഗോള അയ്യപ്പ സംഗമത്തിലെ ചെലവിന്റെ വിശദാംശങ്ങൾ അടിയന്തരമായി പുറത്തുവിടണമെന്ന് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗം രമേശ് ചെന്നിത്തല. ഒറ്റ ദിവസത്തെ ഒരു പരിപാടിക്ക് 8 കോടി രൂപ ചെലവായതിന്റെ ലോജിക്ക് പിടികിട്ടുന്നില്ലെന്നും ഇതിന്റെ വിശദാംശങ്ങൾ പുറത്തുവിടണമെന്നും ഇത്ര ഭീമമായ തുക ഒറ്റ ദിവസം കൊണ്ട് ചെലവഴിക്കാൻ ഇത് വെള്ളരിക്ക പട്ടണമാണോ എന്നും അദ്ദേഹം ചോദിച്ചു. ഏതൊക്കെ ഇനത്തിലാണ് ഈ പറയുന്ന 8 കോടി ചിലവായതെന്നറിയാൻ ജനങ്ങൾക്ക് അവകാശമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. എറണാകുളം ബംഗളൂരു വന്ദേ ഭാരത് എക്സ്പ്രസ് ആലപ്പുഴ വഴി തിരുവനന്തപുരം വരെ നീട്ടണമെന്ന ആവശ്യമുന്നയിച്ച് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിന് കത്തു നൽകിയതായി AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP. നവംബർ പകുതിയോടെയാണ് കേരളത്തിൽ പുതുതായി മറ്റൊരു വന്ദേ ഭാരത് എക്സ്പ്രസ് കൂടി എത്തുന്നത്. കേരളത്തിൽ നിന്ന് ബംഗളൂരുവിലേക്ക് സർവീസ് നടത്തുന്ന ഏക വന്ദേ ഭാരത് എക്സ്പ്രസ് ആണ് ഇത്. മുഖ്യമന്ത്രിയുടെ ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. ബഹ്റൈൻ, ഒമാൻ, ഖത്തർ, UAE എന്നീ രാജ്യങ്ങളാണ് മുഖ്യമന്ത്രി സന്ദർശിക്കുക. വൈകിട്ട് യാത്ര തിരിക്കുന്ന മുഖ്യമന്ത്രിയും സംഘവും ഡിസംബർ 1 വരെ വിവിധ തീയതികളിൽ യാത്ര ചെയ്യാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. 16-ന് ബഹ്റൈനിൽ പ്രവാസി മലയാളി സംഗമത്തോടെയാണ് പരിപാടികൾക്ക് തുടക്കമാകുന്നത്. 2024-25 വർഷത്തിൽ കേരളത്തിൽ ശൈശവ വിവാഹത്തിൽ വലിയ രീതിയിൽ വർധനവെന്ന് കണക്കുകൾ. വനിതാ ശിശുവികസന വകുപ്പിന്റെ കണക്കുകൾ പ്രകാരം ജനുവരി 15 വരെ 18 ശൈശവ വിവാഹങ്ങൾ കേരളത്തിൽ നടന്നിട്ടുണ്ട്. 2023-24 വർഷത്തിൽ ഇത് 14-ഉം 2022-23 വർഷത്തിൽ ഇത് 12-ഉമാണ്. ഈ വർഷത്തിൽ നടന്ന 18 ശൈശവ വിവാഹങ്ങളിൽ 10 നടന്നിട്ടുള്ളത് തൃശൂർ ജില്ലയിലാണെന്നാണ് വിവരം. ഭിന്നശേഷി അധ്യാപക സംവരണവുമായി ബന്ധപ്പെട്ട സർക്കാർ നയം പരിഷ്കരിച്ചതിനെ സ്വാഗതം ചെയ്ത് തലശ്ശേരി ബിഷപ്പ് ജോസഫ് പാംപ്ലാനി. വൈകിയാണെങ്കിലും നീതി ലഭിച്ചതിൽ സന്തോഷമുണ്ടെന്നും സർക്കാർ തീരുമാനം ഉടൻ നടപ്പിലാക്കണമെന്നും ബിഷപ്പ് ആവശ്യപ്പെട്ടു.
കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കാതെയായിരുന്നു വിദ്യാഭ്യാസ മന്ത്രിയുടെ നിലപാടെന്നും അതിനെ മുഖ്യമന്ത്രി തിരുത്തിയതിൽ സന്തോഷമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. പാലിയേക്കരയിലെ ടോൾ പിരിവ് വിലക്കിക്കൊണ്ടുള്ള ഹൈക്കോടതി ഉത്തരവ് തുടരും. ടോൾ പിരിവ് പുനരാരംഭിക്കുന്നതിൽ വെള്ളിയാഴ്ച ഉത്തരവിറക്കാമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. ടോൾ പിരിവ് താൽക്കാലികമായി നിർത്തിവെച്ചുകൊണ്ടുള്ള ഹൈക്കോടതി ഉത്തരവ് പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ടുള്ള ദേശീയപാത അതോറിറ്റിയുടെ ഹർജി ഇന്ന് പരിഗണിച്ചപ്പോൾ ജില്ലാ കളക്ടറോട് നിലവിലെ റോഡിന്റെ അവസ്ഥയെക്കുറിച്ച് കോടതി വിവരം തേടി. സുഗമമായ ഗതാഗതം ഉറപ്പാക്കിയ ശേഷമേ ടോൾ പിരിക്കാവൂ എന്ന സുപ്രീംകോടതി ഉത്തരവും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി. CPM നേതാവും മുൻ കുന്നംകുളം MLAയുമായ ബാബു M. പാലിശ്ശേരി നിര്യാതനായി. 67 വയസ്സായിരുന്നു. പാർക്കിൻസൺസ് രോഗത്തെ തുടർന്ന് ഏറെ നാളായി ചികിത്സയിലായിരുന്നു. പാലക്കാട് നെന്മാറ പോത്തുണ്ടി സജിത കൊലക്കേസിൽ പ്രതി ചെന്താമര കുറ്റക്കാരനെന്ന് 4ാം അഡീഷണൽ ജില്ലാ കോടതി വിധിച്ചു. ചെന്താമരയ്ക്കെതിരെ ചുമത്തിയ കൊലക്കുറ്റമടക്കമുള്ള കുറ്റങ്ങളെല്ലാം തെളിഞ്ഞു. മറ്റന്നാൾ കേസിൽ ശിക്ഷാവിധി പ്രഖ്യാപിക്കും. കൊലപാതകത്തിന് പുറമെ തെളിവ് നശിപ്പിക്കൽ, വീട്ടിൽ അതിക്രമിച്ചു കടക്കൽ തുടങ്ങിയ കുറ്റങ്ങളെല്ലാം തെളിഞ്ഞതായി കോടതി വിധിച്ചു. നെന്മാറ പോത്തുണ്ടി സജിത വധക്കേസിൽ കൊടും കുറ്റവാളി ചെന്താമര കുറ്റക്കാരനെന്ന കോടതി വിധിയിൽ പ്രതികരണവുമായി കുടുംബം. കനത്ത ശിക്ഷ വിധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും കോടതി വിധിയിൽ സന്തോഷമെന്നും സജിതയുടെ കുടുംബം. ഒക്ടോബർ 16-നാണ് ശിക്ഷാവിധി. അതേസമയം ചെന്താമരയെ ഭയന്ന പ്രധാന സാക്ഷി നാട് വിട്ടു എന്ന വിവരം. കേസിലെ നിർണായക സാക്ഷിയായ പോത്തുണ്ടി സ്വദേശി പുഷ്പയാണ് തമിഴ്നാട്ടിലേക്ക് നാടുവിട്ടത്. പള്ളിപ്പാട് വടക്കേക്കര കിഴക്ക് പനമുട്ടുകാട് പാടശേഖരത്തിൽ പുത്തൻപുരയിൽ സരള എന്ന സ്ത്രീ വൈദ്യുതാഘാതമേറ്റ് മരിക്കുകയും കൂടെ പണിയെടുത്തിരുന്ന വടക്കതിൽ ശ്രീലതയ്ക്ക് ഗുരുതരമായി പൊള്ളലേൽക്കുകയും ചെയ്ത സംഭവത്തിൽ KCB ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടായേക്കും. ആലപ്പുഴ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ നടത്തിയ പരിശോധനയിൽ സ്റ്റേ കമ്പി ഫ്യൂസ് കാരിയറിൽ തട്ടിയതാണ് അപകട കാരണമെന്ന് കണ്ടെത്തി. ഈ അപകട സാധ്യത KCB ശ്രദ്ധിച്ചിരുന്നില്ലെന്നാണ് സംശയം ഉയർന്നിരിക്കുന്നത്. നെടുവത്തൂരിൽ ആത്മഹത്യാ ശ്രമത്തെ തുടർന്നുണ്ടായ കിണർ അപകടത്തിൽ മരിച്ച അർച്ചനയുടെ മക്കളുടെ സംരക്ഷണം സർക്കാർ ഏറ്റെടുക്കും. ജില്ലാ ശിശുക്ഷേമ സമിതിയെ ഇതിനായി ചുമതലപ്പെടുത്തി. കഴിഞ്ഞ ദിവസം രാത്രിയാണ് കിണറ്റിൽ ചാടിയ അർച്ചനയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ കൈവരി ഇടിഞ്ഞ് അപകടമുണ്ടായത്. കൊട്ടാരക്കര ഫയർ ആൻഡ് റെസ്ക്യൂ യൂണിറ്റ് അംഗമായ ആറ്റിങ്ങൽ സ്വദേശി സോണി S. കുമാർ, കിണറ്റിൽ ചാടിയ നെടുവത്തൂർ സ്വദേശിനി അർച്ചന, യുവതിയുടെ ആൺസുഹൃത്ത് ശിവകൃഷ്ണൻ എന്നിവരാണ് മരിച്ചത്. പാപ്പാന്മാരുടെ കൊടും പീഡനത്തിന് ഇരയായതാണ് ഗുരുവായൂർ ആനക്കോട്ടയിലെ കൊമ്പൻ ഗോകുൽ ചരിഞ്ഞതിന് കാരണമെന്ന് ആരോപണം. ആനപ്രേമി സംഘമാണ് ഗുരുതരാരോപണം ഉയർത്തിയിട്ടുള്ളത്. ആന ചരിഞ്ഞ സംഭവവുമായി ബന്ധപ്പെട്ട് ഉന്നതതല അന്വേഷണം വേണമെന്നും ആനപ്രേമികൾ ആവശ്യപ്പെടുന്നു. 2 ആഴ്ച മുൻപ് 1ാം പാപ്പാൻ രാധാകൃഷ്ണൻ അവധിയിൽ പ്രവേശിച്ചതിന് പിന്നാലെയാണ് ഗോകുലിന് പാപ്പാന്മാരുടെ പീഡനം തുടങ്ങാനിടയായതെന്നാണ് ഉയർന്നിട്ടുള്ള ആരോപണം. ഇന്നലെ ഉച്ചയ്ക്ക് 12:30ഓടെയായിരുന്നു 35 വയസ്സ് പ്രായമുള്ള ഗോകുൽ ചരിഞ്ഞത്. എറണാകുളം ചുള്ളിക്കൽ അറയ്ക്കൽ ഹൌസിൽ AS രഘുനാഥൻ 1994 ജനുവരി 9-ന് ഗുരുവായൂർ ക്ഷേത്രത്തിൽ നടക്കിരുത്തിയ ആനയാണ് ഗോകുൽ. കൺഗ്രാചുലേഷൻസ്. മിടുക്കിയാട്ടോ. പൈലറ്റ് ആവണമെന്ന് പറയണേ. അവളുടെ ആഗ്രഹമല്ലേ, അവള് പറക്കട്ടെ. ചെലവ് എത്രയാന്ന്? KSFE പുതിയ ഹാർമണി ചിട്ടി ചേരണം. കണ്ണടച്ചു തുറക്കും മുമ്പ് അവളുടെ +2 കഴിയില്ലേ. കടം വാങ്ങാതെയും സ്ഥലം വിൽക്കാതെയും കുട്ടികളെ പഠിപ്പിക്കാം. KSFE ഹാർമണി ചിട്ടികൾ. KSFE ഹാർമണി ചിട്ടിയിൽ ചേരുന്ന 100 ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര. RSS ശാഖയിൽ ലൈംഗിക അതിക്രമം നേരിട്ടെന്നാരോപിച്ച് യുവാവ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് വിവിധ സംഘടനകൾ പോലീസിൽ പരാതി നൽകി. തമ്പാനൂർ പോലീസ് അന്വേഷിക്കുന്ന കേസിൽ അനന്തുവിന്റെ ബന്ധുക്കളുടെ മൊഴി രേഖപ്പെടുത്തി. ആദ്യം അസ്വാഭാവിക മരണത്തിനാണ് പോലീസ് കേസെടുത്തത്. പിന്നീട് അനന്തു നേരത്തെ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്ത കുറിപ്പിന്റെ അടിസ്ഥാനത്തിൽ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി. അനന്തു അജിയുടെ ആത്മഹത്യയിൽ ദില്ലിയിൽ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം. സംഭവത്തിൽ നിഷ്പക്ഷമായ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിഷേധം നടക്കുന്നത്. RSSനെ പ്രതിക്കൂട്ടിൽ നിർത്തിയാണ് ദിവസങ്ങൾക്ക് മുൻപ് കോട്ടയം സ്വദേശിയായ അനന്തു അജി തിരുവനന്തപുരത്തെ ലോഡ്ജിലെത്തി ജീവനൊടുക്കിയത്. RSS നേതാക്കളുടെ ലൈംഗിക പീഡനം സഹിക്കവയ്യാതെയാണ് ജീവനൊടുക്കുന്നതെന്ന് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റിട്ടായിരുന്നു ആത്മഹത്യ. പിന്നാലെ പോലീസ് കേസെടുക്കുകയും ചെയ്തു. 3 പോലീസുകാരെ കൊലപ്പെടുത്തിയ ജാർഖണ്ഡ് സ്വദേശിയായ മാവോയിസ്റ്റ് സഹൻ ടുട്ടി ദിനബു ഇടുക്കിയിലെ മൂന്നാറിൽ പിടിയിൽ. കൊച്ചി, റാഞ്ചി യൂണിറ്റുകളിലെ NIA ഉദ്യോഗസ്ഥർ മൂന്നാറിൽ നിന്നാണ് പ്രതിയെ പിടികൂടിയത്. ജാർഖണ്ഡിൽ നിന്ന് രക്ഷപ്പെട്ട് മൂന്നാർ ഗൂഡാർവിള എസ്റ്റേറ്റിൽ ഭാര്യയോടൊപ്പം അതിഥി തൊഴിലാളിയായി ജോലി ചെയ്തു വരികയായിരുന്നു ഇയാൾ. NIA സംഘത്തിന്റെ നിരീക്ഷണത്തിലായിരുന്നു ഇയാൾ. ഇന്ത്യയെ പേരെടുത്തു പറഞ്ഞും പ്രധാനമന്ത്രി മോദിയെ പേര് പറയാതെയും പ്രശംസിച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്.
ഇന്ത്യ മഹത്തായ രാജ്യമെന്നും അതിനെ നയിക്കുന്നത് തന്റെ പ്രിയ സുഹൃത്താണെന്നും ട്രംപ് പറഞ്ഞു. ഗാസയിലെ ഇസ്രയേൽ ഹമാസ് യുദ്ധം അവസാനിച്ച പ്രഖ്യാപനം നടത്തിക്കൊണ്ട് ലോക നേതാക്കൾക്കൊപ്പം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ടു പോകുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും വേദിയിലുണ്ടായിരുന്ന പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിനെ നോക്കിക്കൊണ്ട് ട്രംപ് പറഞ്ഞു. ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം തീർത്തെന്ന് ഗാസ സമാധാന ഉച്ചകോടിക്കിടെ ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെട്ടതിനോട് പ്രധാനമന്ത്രി പ്രതികരിക്കണമെന്ന് കോൺഗ്രസ്. ഇന്ത്യക്കാരുടെ കൊലയാളിയായ അസിം മുനീറിനെ ട്രംപ് പുകഴ്ത്തിയിട്ടും കേന്ദ്രം മൌനം പാലിക്കുന്നതെന്തിനെന്നും കോൺഗ്രസ് ചോദിച്ചു. യുവജന പ്രക്ഷോഭത്തെ തുടർന്ന് മഡഗാസ്കറിൽ സൈനിക അട്ടിമറി. പ്രസിഡന്റ് ആൻഡ്രേ രാജോലീന രാജ്യം വിട്ടതായി അസോസിയേറ്റഡ് പ്രസ് റിപ്പോർട്ട് ചെയ്തു. യുവാക്കളുടെ നേതൃത്വത്തിൽ 3 ആഴ്ചയായി നടന്നുവന്ന പ്രതിഷേധങ്ങൾക്ക് പിന്നാലെയാണ് സൈനിക അട്ടിമറിയും പ്രസിഡന്റിന്റെ പലായനവും ഉണ്ടായത്. തിങ്കളാഴ്ച വൈകുന്നേരം പ്രസിഡന്റ് രാജ്യത്തെ അഭിസംബോധന ചെയ്യുമെന്ന് അദ്ദേഹത്തിന്റെ ഓഫീസ് അറിയിച്ചിരുന്നു. എന്നാൽ സൈനികർ സർക്കാർ ഉടമസ്ഥതയിലുള്ള സംപ്രേഷണ കേന്ദ്രം പിടിച്ചെടുത്തു. ഇതോടെ രാജ്യത്തെ അഭിസംബോധന ചെയ്യാനുള്ള പ്രസിഡന്റിന്റെ ശ്രമം പരാജയപ്പെടുകയായിരുന്നു. സ്പേസ് എക്സിന്റെ സ്റ്റാർഷിപ്പ് ഗ്രഹാന്തര റോക്കറ്റിന്റെ 11ാം പരീക്ഷണം ഏറെക്കുറെ വിജയം. വേർഷൻ 2 എന്ന് പേരിട്ട് സ്പേസ് എക്സ് വിളിക്കുന്ന പ്രോട്ടോടൈപ്പിന്റെ പരീക്ഷണമാണ് തുടർച്ചയായ 2ാം വിജയം കണ്ടത്. പൂർണ്ണമായും പുനരുപയോഗിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് സ്റ്റാർഷിപ്പ് അടുക്കുന്ന തരത്തിലായിരുന്നു ഇന്നത്തെ പരീക്ഷണ വിജയം. ടെക്സസിലെ പൊക്ക ചിക്കയിലുള്ള സ്പേസ് എക്സിന്റെ സ്വന്തം സ്റ്റാർ ബേസിൽ നിന്ന് ഇന്ന് പുലർച്ചെയാണ് റോക്കറ്റ് കുതിച്ചുയർന്നത്. അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ അതിർത്തി സംഘർഷം രൂക്ഷമായ സാഹചര്യത്തിൽ പാക് മന്ത്രിക്കും സൈനിക ഉദ്യോഗസ്ഥർക്കും വിസ നിഷേധിച്ച് അഫ്ഗാനിസ്ഥാൻ. പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ്, ഇന്റലിജൻസ് മേധാവി അസിം മാലിക്, 2 മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥർ എന്നിവർക്ക് അഫ്ഗാൻ അധികൃതർ പ്രവേശനം നിഷേധിച്ചതായി ബന്ധപ്പെട്ട വൃത്തങ്ങളെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നു. തുടർച്ചയായ ദിവസങ്ങളിൽ 3 തവണ ഇവരുടെ വിസ അപേക്ഷകൾ നിരസിച്ചതായാണ് വിവരം. വെസ്റ്റ് ഇൻഡീസിനെതിരായ 2ാം ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് 7 വിക്കറ്റിന്റെ ആധികാരിക വിജയം. ഇതോടെ 2 മത്സരങ്ങൾ മാത്രമുള്ള പരമ്പര ഇന്ത്യ തൂത്തുവാരി. 58 റൺസുമായി പുറത്താകാതെ നിന്ന KL രാഹുലാണ് ഇന്ത്യയുടെ വിജയം അനായാസമാക്കിയത്. സായ് സുദർശന്റെയും ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലിന്റെയും വിക്കറ്റുകളാണ് ഇന്ത്യയ്ക്ക് അവസാന ദിനം നഷ്ടമായത്. ക്യാപ്റ്റനായ ശേഷം ശുഭ്മാൻ ഗില്ലിന്റെ നേതൃത്വത്തിൽ ഇന്ത്യ നേടുന്ന ആദ്യ ടെസ്റ്റ് പരമ്പരയാണ് ഇത്. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ സായന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഡെയ്സി ബിജു. DailyNewsLive.in വാർത്തകൾ വിരൽ തുമ്പിൽ.